സ്നേഹം മിന്നൽ പിണറായിട്ടല്ല, മറിച്ച് പാറകൾക്കിടയിൽ വളരുന്ന ഒലീവ് മരം പോലെയാണ്. ജെറുസലേം പോർക്കളത്തിനരികെ കിണർവക്കിൽ രണ്ട് ശത്രുക്കൾ കണ്ടുമുട്ടി. അഹ്റോനും മറിയവും. പരസ്പരം വെറുക്കുവാൻ അവരെ പഠിപ്പിച്ചിരുന്നു അവരുടെ സമുദായം. അവനെ കണ്ടപ്പോൾ മറിയം കടാരയെടുത്തു. ദുഃഖം തരുതല്ലേ കണ്ണാൽ അവളെ നോക്കി അവൻ പറഞ്ഞു, ഈ വെള്ളത്തിൽ വിഷമുണ്ട്, നിന്റെ ആളുകളും ഇതിൽ നിന്ന് കുടിക്കുന്നില്ലേ? ശത്രുക്കൾ നുണയന്മാരാണ് എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവൻ്റെ വാക്കിലെ ആത്മാർത്ഥത അവൾ തിരിച്ചറിഞ്ഞു. ഒരുമിച്ച് അവർ കിണർ വൃത്തിയാക്കി. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ സംശയങ്ങൾ സംഭാഷണമായി മാറി. പകയേക്കാൾ കരുണ തിരഞ്ഞെടുത്ത അവരുടെ ഹൃദയത്തിൽ സ്നേഹം ഒലീവ് മരം പോലെ തളിർത്തു. പരസ്പരം രക്ഷിക്കുവാനുള്ള അവരുടെ തീരുമാനം വർഷങ്ങളായി നിലനിന്നിരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിച്ചു. വെറുപ്പിന് സാധിക്കാത്തത് സ്നേഹം സാധ്യമാക്കി. ശത്രുക്കളെ സ്നേഹിക്കെ, നിന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കെ എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത് കണക്കുകൾ കൂട്ടാതെ ജീവിക്കുവാനാ, ലാഭേച്ഛ നോക്കാതെ അപരനു വേണ്ടി അധിക ദൂരം താണ്ടുവാനാ, കനിവിറ്റ് വീഴുന്ന കാഴ്ചപ്പാടാൽ ഉൾക്കാമ്പിൽ ജീവിച്ച് തഴമ്പിച്ച പാതയിൽ നിന്ന് ഒന്ന് മാറി നടക്കുവാനാ. ചങ്കായി കരുതിയവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴും, ചുംബനമെന്ന സ്നേഹമുദ്രയാൽ കൂടെ നടന്നവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും ക്ഷമിച്ചുകൊണ്ട് സൗഹൃദം ദൃഢമാക്കിയവനാ നമ്മുടെ ഗുരു. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നവമുകുളങ്ങളാൽ പച്ച പുതയട്ടെ നമ്മുടെയും ജീവിതം.